ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ദേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിന്നൊരു പുതിയ പണി കിട്ടിയിട്ടുണ്ട്. നമ്മളിന്നൊരു പ്രൈവറ്റ് ബസ് ഓടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മുടെ ഇതേ കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ എറണാകുളം വൈറ്റില ഹബ്ബ് വരെയാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോണത്. നൈറ്റാണ് ഗൈസ്, നൈറ്റ് ഡ്രൈവ് ആണ്. വലിയ ആളൊന്നും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ. വെള്ള ഷർട്ടൊക്കെ ഇട്ട് നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ തിളങ്ങി നിൽക്കുവാണ്. ഇവിടെ വെട്ടമില്ല ഗൈസ്, നമ്മുടെ വണ്ടിയുടെ വെട്ടം ഓണാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ സോണിക്കിൻ്റെ വണ്ടിയാണ്. എറണാകുളം കോയമ്പത്തൂർ വണ്ടിയാണ് ഗൈസ്. നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ വണ്ടി ഞാൻ ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്ത് കാണിച്ചതാണ്. നമ്മുടെ അശോക് ലൈലാൻഡ് ചീറ്റ 210 വീൽ ബേസ് കൊണ്ടോടി ബോഡി കെട്ടിയ വണ്ടിയാണ് ഗൈസ്. എയർ ഡോറൊക്കെ ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം അടിപൊളി വണ്ടിയാണ്. പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഗൈസ്. അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഒരു ചളുക്കോ ഇടിയോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുക്കാം ഗൈസ്. നമ്മൾ ഇച്ചിരി സമയമുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് തന്നെ വെച്ചത്. നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ എന്തേ അകത്തോട്ടൊന്ന് കയറിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല, അന്ന് കാണിച്ച പോലെ തന്നെയുണ്ട്. നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളേതായാലും കൂളൻറ്റും ഓയിലും ഒക്കെ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം ഗൈസ്. നമ്മുടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ആകെ കുറച്ച് സമയമേ ഉള്ളൂ. നമ്മുടെ അവിടെയാണ് ആളെ എടുക്കേണ്ടത്. നമുക്കായാലും നേരെ പോയേക്കാം ഗൈസ്. ഇതിനിച്ചിരി ചവിട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറച്ച് കുറവുണ്ട്, എന്നാലും സാരമില്ല. ഓക്കെ, എല്ലാരും കേറിക്കോ വേഗം കേറിയാട്ടാ. വിട്ടോ ഓട്ടെ. ഗൈസ്, ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമ്മൾ പാലക്കാട് വഴിയാണ് വൈറ്റില ഹബ്ബിലോട്ട് എത്തണത്. നമ്മൾ നേരെ വണ്ടി എടുക്കുവാണ്. നൈറ്റ് ഡ്രൈവ് ഒരു സുഖമുള്ള ഏർപ്പാടല്ല ഗൈസ്, കാരണം ആളും കുറവാണ്. വെറുതെയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ. എൻ്റെ അമ്മ ചേച്ചി ഒന്ന് മാറി കഴിഞ്ഞിട്ട് അമ്മയെ. ഇവർ ഹോൺ അടിച്ചിട്ട് ഇവർക്ക് ഒരു കുലുക്കവും ഇല്ല. നമ്മളെങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന അവർക്ക് അറിയാം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, പോട്ടെ. ഡിമ്മൊക്കെ വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അപ്പുറം വഴി നമുക്ക് പോക്ക് ഇച്ചിരി ചടങ്ങാണ്. അത് കാരണം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തിരിയാം. അപ്പുറത്തേക്കൂടി വേറെ വഴിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ ബെല്ലടിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം ഗൈസ്. ഓക്കെ, പാലക്കാട് വഴി വൈറ്റില്ല കേറിക്കോ. പോട്ടെ. ഗൈസ്, അങ്ങനെ നമ്മളിത് പിന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം പോകണം ഗൈസ് അടുത്ത സ്റ്റോപ്പിന്. ഇങ്ങനെയുള്ള ഡ്രൈവിനൊക്കെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം, കാരണം എപ്പോഴും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ 100-110 പോയാലും ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടണം, പിന്നെയും നമ്മൾ സെക്കൻഡ് ഗിയറിലോട്ട് തന്നെ കൊണ്ടുപോകണം വണ്ടി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ ഒരു ഡ്രൈവിങ്ങിനൊക്കെ. ആ ഒരു മെൻറ്റാലിറ്റി വേണം ഗൈസ്. ഇതിന് 90-ലാണ് അവന്മാർ സ്പീഡ് ഗവർണർ സെറ്റ് ചെയ്തേക്കണത്. അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ബെല്ലടിച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് നീക്കി നിർത്താം ഗൈസ്. കേറിക്കോ. പാലക്കാട് വഴി വൈറ്റില്ല കേറിക്കോ. ഒന്ന് ഇപ്പുറത്തെ വഴി വന്ന് കേറി ചേച്ചി. 2 ഡോർ പിന്നെ എല്ലാത്തിനും വെച്ചേക്കണോ. കേറി വേഗം കേറ്. വിട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുക്കുവാണ്. നമ്മൾ ആളെയൊക്കെ കയറ്റി പയ്യെ പോവുകയാണ് ഗൈസ്. ഇപ്പോൾ വണ്ടിക്കകത്ത് 8 പേരുണ്ട്. രാത്രി ആയതുകൊണ്ട് ആൾ കുറവാണ് ഗൈസ്. എല്ലാവരും പയ്യെ നടന്നാണ് പോക്ക്. എന്നാൽ പിന്നെ ബസ്സിൽ കയറിക്കൂടെ, എന്തിനിത്ര നടക്കണം. നമ്മൾ പാലക്കാട് എത്താറായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പാലക്കാട് ഹൈവേ വഴി പോവാണ്. നമ്മുടെ പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ വഴിയാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല, ബ്ലോക്കൊന്നുമില്ല രാത്രി ആയതുകൊണ്ട്. നമുക്കിപ്പോൾ ഇച്ചിരി സ്പീഡൊക്കെ എടുത്ത് പോവാം. 4ാമത്തെ ഗിയറിൽ പോയിട്ട് ഇത് എന്നാണ് സ്പീഡ് ഇല്ലേ. ഇതിൻ്റെ സ്പീഡ് ഗവർണർ ഇച്ചിരി പ്രശ്നമാണ്. സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യാനില്ല ഗൈസ്. നമ്മുടെ 92-ലോട്ടൊക്കെ കയറി സ്പീഡ്. അയ്യോ,
ഒന്നും പറയാനില്ല, ഹൈവേ ആണ്. MVD വല്ലതും തൂക്കുമെന്ന് അറിയത്തില്ല. രാത്രിയാണ് ഗൈസ്. മാറേ മാറേ, ഹോൺ അടിച്ച് മാറേ. ഇയാൾക്കൊരു കുലുക്കോ ഇല്ല, അവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട്. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഇങ്ങോട്ട് നീക്കി നിർത്താം. ഓക്കെ. കേറിക്കോ. നേരെ വരില്ല. കേറിക്കോ. ഓക്കെ, പോവാം. വിട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിത് പിന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി തന്നെ നീങ്ങാത്ത. ഗിയർ ഞാൻ മാറ്റിയില്ലായിരുന്നു ഗൈസ്. അതായത് നമ്മൾ പോവാണ്. നമുക്കിനി ആകെ ഉള്ളത് 45 മിനിറ്റ് ആണ് ഗൈസ്. അതിനുള്ളിൽ നമുക്ക് വൈറ്റിലേക്ക് ചെല്ലണം. വേഗം നമ്മൾ പോവാണ്. പോട്ടറേ. നമ്മുടെ വണ്ടിക്കകത്ത് 10 പേരുണ്ട് ഗൈസ്. വേഗം തന്നെ നമുക്ക് പറപ്പിച്ച് പോയേക്കാം. ഹൈവേ ആയതുകൊണ്ട് ഇച്ചിരി സ്പീഡൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ വണ്ടിക്ക് സ്പീഡ് ഗവർണർ ഇല്ലെങ്കിലും സ്പീഡില്ല. അതാണ് ഒന്നാമത്തെ കുഴപ്പം. തേർഡ് ഗിയർ 60 മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 4th കയറ്റിയിട്ടുണ്ട്. പാണ്ടിലോർ നമ്മളെക്കാളും സ്പീഡിൽ പോവുകയാണ് ഗൈസ്. സ്ക്രാപ്പൊക്കെ നമ്മളെക്കാളും സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ നമുക്കാണെങ്കിൽ ആകെ പ്രശ്നമാണ്. വൈക്കിംഗ് ഓടിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് BS4 GT ഓടിക്കാൻ പറഞ്ഞാൽ കുറച്ച് പാടാണ് ഗൈസ്. BS6 ആയിരുന്നു നോക്കാമായിരുന്നു. ഇതിപ്പോൾ BS4 GT ആണ്. ഇത് പോരാത്തിന് ഗ്ലാസ് ബോഡിയല്ല, ഷട്ടർ ബോഡിയാണ്. നല്ല കാറ്റ് കയറണുണ്ട് ഗൈസ് അകത്തോട്ട്. ഗ്ലാസ് ആണെങ്കിൽ ഇപ്പോൾ ചൂടെടുത്ത് മനുഷ്യൻ ആവിയാവും. ഡീസൽ നമ്മുടെ വണ്ടിക്ക് 61 ലിറ്ററിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. 47,000 രൂപയാണ് ഗൈസ് ആകെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് അടുത്ത സ്റ്റോപ്പ് എത്തി. നമ്മളവിടെ നിർത്തിയില്ല ഗൈസ്, കാരണം അവിടെ ഒരാളേ ഉള്ളൂ. വെറുതെ നമ്മളവിടെ നിർത്തിയിട്ട് കാര്യമില്ല. നമ്മളിത് നേരെ പോവാണ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയി പോയായിരുന്നു കുറച്ച് ദിവസം. അത് കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഹൈവേ വഴി ഡിമ്മടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവന്മാർ മാറുന്നേ ഇല്ല ഗൈസ്. മാറേ. നമുക്ക് ഈ സൈഡ് വഴി കയറ്റി വിടാം. ഓക്കെ, നമ്മൾ സൈഡ് വഴി കയറ്റി. എൻ്റെ അമ്മേ, നമ്മളൊരു ലെവലായി ഗൈസ്. നമ്മളിത് അങ്ങനെ അടുത്ത സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സൈഡിലോട്ട് അങ്ങ് നിർത്താം ഗൈസ്. ഓക്കെ. കേറിക്കോ. വരില്ല. കേറിക്കോ. വേഗം കേറി ചേച്ചി. ഓടി വന്ന് കേറി ചേച്ചി എന്ന്. വേഗം നാട്ടെ. കേറടേ. ഒന്ന് വേഗം കേറി ചേച്ചി. വേഗം നാട്ടെ. വിട്ടോ പോട്ടെ. ഗൈസ് അങ്ങനെ നമ്മളിത് പിന്നെയും വണ്ടി എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, നമ്മൾ പിന്നെയും തേർഡിലോട്ട് തന്നെ ഗിയർ മാറ്റി ഗൈസ്. ഇതെന്നാണ്? അയ്യോ, ഭയങ്കര പോസ്റ്റാണ് ഗൈസ്. നമ്മുടെ ടൂറിസ്റ്റ് പോലെയല്ല, പ്രൈവറ്റ് ബസ് ഇച്ചിരി ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. എപ്പോഴും നമ്മൾ ഈ ഗിയറിൽ തന്നെ കൈ വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, മാറേ. നമ്മളൊരു ഹോൺ അടിച്ചപ്പോഴത്തേക്ക് ഒരു പുള്ളി മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. ചവിട്ടി പിടി അങ്ങോട്ട് പോട്ടെ. 5ാമത്തെ ഗിയറിൽ ഇട്ടിട്ടും വലിയ സ്പീഡൊന്നുമില്ല ഗൈസ്. നമുക്ക് താഴം വഴിയായിരുന്നു പോകണ്ടായിരുന്നത്. നമ്മൾ മോള് വഴി കയറി വന്നു ഗൈസ്. അയ്യോ, ഇനി നമുക്ക് തിരിച്ചു പോക്ക് വലിയ ചടങ്ങാണ്. ഇനി ഇതുവഴി തന്നെ പോയേക്കാം. അവിടെ പ്രത്യേകിച്ച് സ്റ്റോപ്പൊന്നും ഇല്ല, എന്നാലും നേരെ പോട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, വേഗം വിട്ടു. ചവിട്ടി വിടറേ. കയറ്റമായതുകൊണ്ട് ഭയങ്കര കനമാണ് കയറിപ്പോവാൻ. 114 സ്പീഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഗവർണർ കട്ടായോ? ഈ സ്പീഡ് ഗവർണർ മാറ്റേണ്ട സമയം കഴിഞ്ഞു ഗൈസ് ഈ ബസ്സിൻ്റെ. അത് അവരിതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് നമുക്കാണ് പണി മുഴുവൻ. ചേടാ, ഇപ്പം 110 വന്നതായിരുന്നു. അത് പെട്ടെന്ന് തന്നെ 90 കയറി. ഇനി നമുക്ക് ആകെ അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് കൊച്ചി ടെർമിനലിൽ കയറണം ഗൈസ്. നമ്മളിതേ 100, 110 കത്തിയുകയാണ് ഹൈവേ വഴി. വേഗം പോട്ടെ. ചവിട്ടടേ. ആക്സിലേറ്റർ നമ്മളൊന്ന് മിക്കവാറും ഒടിച്ചിങ്ങി എടുക്കും. ഓക്കെ, പോട്ടെ. വേണോട്ടെ. വണ്ടിയൊക്കെ മാറ്റി വിടറേ. അയ്യോ, ഇപ്പം അങ്ങേരെ നമ്മൾ പടമാക്കിയേനെ. നടന്നു പോയൊരു പുള്ളി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ചാടി. ഇത് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. കുറച്ചിങ്ങനെ അടുപ്പിച്ച് നിർത്താം ഗൈസ്. കേറിക്കോ. വരില്ല. നേരെ വരില്ല. കേറിക്കോ. പോട്ടെ. ഡോർ അടക്കടേ. നമ്മളങ്ങനെ പിന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഗൂഗിൾ അമ്മച്ചി ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറയുന്നുണ്ട്. നമ്മുടെ ഹൈവേ മുഴുവൻ നീല കളറിൽ കാണിച്ചേക്കുവാണ്. ഇതിൻ്റെ GPS തട്ടിപ്പോയതാണെന്നാണ് തോന്നണേ. ആർക്കറിയേ.
അതോ ഗൂഗിളും വെച്ച് നമുക്കിട്ട് പണിയണമാണോ എന്നും അറിയാൻ പാടില്ല. അത് നമുക്ക് വഴി അറിയാം ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഈ പാലത്തിൻ്റെ മണ്ട വഴി പോകായിരുന്നു, എന്നാലും സാരമില്ല, താഴെ വഴി തന്നെ പോകാം ഗൈസ്. അതിൻ്റെ ഗൂഗിൾ അമ്മച്ചി ഫുള്ള് നീല കളർ കാണിച്ചേക്കുവാണ്, ഹൈവേ മുഴുവൻ നീലയാണ് ഗൈസ്. എന്നാ പറയാനാ അല്ലേ. ഇത് യൂ ടേൺ ഒക്കെ എടുക്കാൻ പറയും ഈ സർക്കിളിൽ നിന്ന്, ചുമ്മാ അടിച്ചു വിടുവാണ്. അതിലും വേഗം നമുക്ക് നേരെ അങ്ങ് പോകണം നല്ലത്. നേരെ തന്നെ പോകാൻ. ഇയാൾ തന്നെ ഇൻഡിക്കേറ്റർ എൻ്റെ അമ്മേ. എടേ എൻ്റെ വണ്ടിയല്ല, കണ്ടവൻ്റെ വണ്ടിയാ. ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കേണ്ട വരും. ആകെ ഒരു 47,000 രൂപ കയ്യിലുള്ളൂ. ആകെ ചീഞ്ഞളിഞ്ഞാണ് ഇരിക്കണത്. ഓ പോട്ടെ പോട്ടെ, ഈ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം, നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമ്മുടെ വണ്ടിക്കൊന്നും ട്രിപ്പില്ല, മൊത്തം നമ്മുടെ ഷെഡിൽ കിടക്കുവാണ്. കുറച്ച് ദിവസമായി. ഇനി അടുത്തൊരു ട്രിപ്പ് വരുന്ന വരെ നമുക്ക് വെയിറ്റിംഗ് ആണ് ഗൈസ്. നമ്മൾ ഹൈവേ വഴി തന്നെ പോവാണ്. 4ാമത്തെ ഗിയറിലാണ് പോക്ക്. ഒന്നും കാണാൻ മേലില്ല, ബ്രൈറ്റ് ഇട്ട് ഓടിക്കേണ്ട വരുമെന്നാണ് തോന്നണേ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഓ ഇവിടെ സ്റ്റോപ്പ് എവിടെയാ? ആ അതെ ഇവിടെ ആയിട്ടാണ് ഗൈസ്. ഓക്കെ കേറിക്കോ. വൈറ്റില്ല. കേറിക്കോ. നേരെ വൈറ്റില്ല. എന്നെ പൊന്നിയാട്ടെ, അപ്പുറം വഴി അങ്ങ് വന്ന് കേറ്. എന്തിനാ ഈ ക്യൂ നിന്ന് നേരം കളയണത്? വിട്ടോ പോട്ടെ. ഡോർ അടക്കടേ. ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. പാലക്കാട് കഴിയാനായിട്ട് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു ഗൈസ്. ഇവിടെ രാത്രിയിൽ നല്ല ചൂടാണ്. അയ്യോ, നമ്മുടെ വണ്ടി നമ്മൾ പറപ്പിച്ച് ഓടിച്ചിട്ടാണ് ഇച്ചിരി കാറ്റെങ്കിലും അകത്തോട്ട് കയറണത്. അല്ലെങ്കിൽ നല്ല ചൂട് കാറ്റാണ് ഗൈസ് അകത്തോട്ട് കയറണതും പോരാത്തതിന്. അപ്പം നമ്മുടെ ലൈലൻ്റ് ആയതുകൊണ്ട് തന്നെ എൻജിൻ്റെ ചൂട് ഞാൻ പറയാനില്ല. ഇപ്പം തന്നെ എൻജിൻ നന്നായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂളൻ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ മാറടേ വഴിയിൽ നിന്ന് മാറടേ. ഓ രാത്രിയിലാണ് അവൻ്റെ കറങ്ങാൻ പോക്ക്. ഓക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഓ ഇവിടെയും ഒരൊറ്റ ബസ് സ്റ്റോപ്പ് പോലും ഇല്ല ഗൈസ്, ആണ് ഏറ്റവും കഷ്ടം. എന്നാൽ തന്നെ ഇത് ആളില്ല. നമ്മുടെ വണ്ടിക്കകത്ത് ആകെ 15-16 പേരും കൊണ്ടേ ഉള്ളൂ. ഇത് നമ്മൾ പറക്കുവാണ്. ഓടെ ഇത് 117. എൻ്റെ പൊന്ന്, സർവ്വകാല റെക്കോർഡാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ വഴി സൈഡിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ഡോറ് തുറക്കടേ. കേറിക്കോ. വൈറ്റില്ല. നേരെ വൈറ്റില്ല. ചാടി കേറിക്കോ. എന്റെ പൊന്നി ചേച്ചി അപ്പുറത്ത് വന്ന് കേറിക്കോടായിരുന്നോ? പോട്ടെ. വിട്ടോ. ഡോറ് അടക്കടേ. പോട്ടെ. ഗൈസ് അങ്ങനെ നമ്മളിതേ പിന്നെ വണ്ടി എടുത്ത എൻ്റെ അമ്മേ. വണ്ടി എടുക്കാനും സമ്മതിക്കല്ലേടാ ഇവൻ. എന്നാ വരവാൻ വന്നതെന്ന് നോക്കണം. നല്ല സ്പീഡിലാണ് വന്നത്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ നമ്മുടെ സൈഡിൽ കൂടിയാണ് പോക്ക്. ഓക്കെ നമുക്ക് നേരെ പോയേക്കാം. വണ്ടിക്കാണെങ്കിൽ 3ാമത്തെ ഗിയർ 60ലാണ് സ്പീഡ് വന്നത്. 61 വരെ കയറും. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുമില്ല. നമുക്ക് 4th ഇട്ടിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പാലക്കാട് ബോർഡർ എത്താറായിട്ടുണ്ട് ഗേസ്. നമ്മൾ വേഗം തന്നെ പോവാണ്. ഈ രാത്രിയിൽ ആൾക്കാർ ഈ നടന്നു പോണതിൻ്റെ കാര്യം എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല ഗേസ്. അങ്ങനെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, സിറ്റിയൊക്കെ ആകെ വണ്ടിയൊന്നും ഇല്ലാതെ കിടക്കുവാണ് ഗേസ്. രാത്രി ആയതുകൊണ്ട് നേരം വെളുത്ത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഗേസ്. നമുക്കിത് ഈ വഴി കൂടിയാണ് പോകേണ്ടത്. മുകളിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ കാട്ടിൽ ചെന്ന് എത്തും. നമുക്കിവിടെ അടുത്ത് തന്നെയാണ് ടെർമിനൽ. നേരെ നമുക്ക് നമ്മുടെ മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അയ്യോ, ആംബുലൻസ് ആണ്, ഒരു സൈഡ് കൊടുത്തേക്കാം. നമ്മൾ തിരിച്ചുകൊണ്ട് പോകണ്ട. ഓട്ടോക്കാരനത് മുതലെടുത്തു. നമുക്ക് ഈ വഴി പോകാം ഗൈസ്. ഓക്കെ നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ കൂടി നമ്മൾ പോകുന്നു. ഓക്കെ ഇവിടെ മെട്രോയുടെ തൂണൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ പോട്ടെ. നമ്മുടെ ടെർമിനൽ എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ആൾക്കാരൊക്കെ ഇനി ഇറങ്ങാനുള്ളവരൊക്കെ ഇവിടെ ഇറങ്ങിക്കോളും. ഇതാണ് നമ്മുടെ വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. നമ്മൾ വൈറ്റില ഹബ്ബിൽ ചാടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ 3/4 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഇറങ്ങിക്കോ. എല്ലാരും ഇറങ്ങിക്കോ. ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ചേച്ചി വൈറ്റിലെത്തി, ഇറങ്ങണല്ലേ? ഇറങ്ങിക്കോ. ഗൈസ് അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ രാത്രിയാണ് ഗൈസ്. ഏതായാലും ഇനിയിപ്പോൾ നാളെയും ട്രിപ്പ് ഉണ്ട് ഇതിന്. എനിക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. ഇപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.